ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ അഡ്വേഴ്സറിയുടെ ലൊക്കേഷൻസ്, അവരുടെ എനിമി ക്യാമ്പ്സ് അല്ലെങ്കിൽ ടെററിസ്റ്റിൻ്റെ ക്യാമ്പ്സ് എവിടെയെല്ലാം ഉണ്ട്, ഈ ഡീറ്റെയിൽസ് എല്ലാം AI യൂസ് ചെയ്തിട്ട് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും, പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും. ഈ വെപ്പൺ ഇന്ന ടൈമിൽ ഫയർ ചെയ്യുകയാണെങ്കിൽ ഇയാളെ പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് AI ഇൻ ഡിഫൻസിൽ യൂസ് ചെയ്യുന്നത്. സൈന്യം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും തോക്കെടുത്ത് നടക്കുന്ന ഒരു സൈനികന്റെ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതെ, അതിൽ ടെക്നോളജി ഉണ്ടെന്ന് പോലും നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ ഫോട്ടോ ഐഡന്റിറ്റി നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഈ ആൾ ഈ ടൗണിൽ ഇന്ന ടൈമിൽ വന്നിരുന്നു, നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഇന്ത്യയിലാണ്. 5ാമത്തെ സ്ഥാനത്താണ് കേരളത്തിലെ സൈനികരുടെ സ്ട്രെങ്ത്. ഇപ്പോൾ 5ാമത്തെ സ്ഥാനത്ത് മലയാളികളുണ്ട്. എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു. CERT ഇൻ നിങ്ങൾ കേട്ട് കാണും. CERT ഇൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ, പിന്നെ നാഷണൽ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ സെൻറ്റർ. നമ്മൾ കോവിഡിൻ്റെ ടൈമിൽ അപ്പോൾ ചെറിയ കോംപ്രമൈസസ് ഇൻ സെക്യൂരിറ്റി അപ്പോൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാം റിസൾട്ട് ചെയ്ത് എന്താണ്, നമ്മുടെ സൈബർ സെക്യൂരിറ്റി ചെറിയൊരു വൾണറബിലിറ്റി ആയി. ഇപ്പോഴും നമ്മുടെ ചില സിസ്റ്റംസ് വിൻഡോസ് XP വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ നേവൽ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ചില സബ്മറൈൻസ് എല്ലാം വളരെ പഴയ സബ്മറൈൻസ്, അവരെല്ലാം ഇപ്പോഴും വിൻഡോസ് XP പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ കുട്ടികളെല്ലാം ബ്ലെസ്ഡ് ആണ്. അവർക്കെല്ലാം സൈബർ സ്കിൽസ് വളരെയധികം എഫക്റ്റീവാണ്. അവർ അതിർത്തിയിലുള്ള നേരിട്ടുള്ള യുദ്ധം, വെടിയുണ്ടകൾക്ക് നടുവിൽ മൈനുകളുടെയും ബോംബുകളുടെയും മിസൈലുകളുടെയും നടുവിലുള്ള പോരാട്ടം, അതാണ് നമ്മൾ വാർത്തയിലും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു യുദ്ധമുഖം വരുന്നു, സൈബർ യുദ്ധം. ശത്രു അദൃശ്യനാണ്. ആ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം അറിയുന്ന ഒരു പ്രമുഖനായ വ്യക്തി നമ്മളോടൊപ്പമുണ്ട്. ദേശീയ സൈബർ സെക്യൂരിറ്റി കോർഡിനേറ്റർ ആയിരുന്ന മലയാളിയായ ഒരു വ്യക്തി, മാധവൻ ഉണ്ണികൃഷ്ണൻ നായർ എന്ന ലഫ്റ്റനൻറ്റ് ജനറൽ MU നായർ. അദ്ദേഹം ദീർഘകാലം പലതരം ചുമതലകളിലും സൈന്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിവിശിഷ്ട സേവാ മെഡൽ, പരമവിശിഷ്ട സേവാ മെഡൽ, സേനാ മെഡൽ, അങ്ങനെ നിരവധി ബഹുമതികൾ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. നമ്മൾ വാർത്തകളിലും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള പലതരത്തിലുള്ള യുദ്ധങ്ങളെല്ലാം നമുക്കറിയാവുന്ന പോലെ വെടിയുണ്ട ചെരിപ്പായുന്ന അല്ലെങ്കിൽ മൈനുകൾ അപകടം പതിയിരിക്കുന്ന പടക്കളം, ബോംബ് സ്ഫോടനങ്ങൾ, ദൂരെ നിന്നുള്ള മിസൈലുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു യുദ്ധത്തിനെക്കുറിച്ച് നമുക്ക് പലർക്കും പലതരത്തിലും അറിവുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം അല്ലാതെ നേരിട്ട് കാണാത്ത ഒരു ശത്രുവിനോടുള്ളൊരു യുദ്ധം, അത് നടക്കുന്നു, അത് നടന്നുകൊണ്ടേയിരിക്കുന്നു, അതിന് അവസാനമില്ല എന്ന് സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. നോർമലായിട്ട് യുദ്ധത്തിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യം നമുക്ക് വരുന്നത് കരസേന, വായുസേന, നാവികസേന. ഇതല്ലാതെ സ്പേസ് സെഗ്മെൻറ്റിലും ഇപ്പോൾ ടെക്നോളജി പ്രോഗ്രസ് കാരണം വളരെയധികം ആക്ടിവിറ്റീസ് ഉണ്ട്. അത് നമ്മൾ കോൺഫ്ലിക്റ്റ്, അതായത് യുദ്ധാടിസ്ഥാനത്തിലുള്ള പ്രിപ്പറേഷൻസ് സ്പേസിലും നടക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മളെ നോർമൽ സിറ്റിസൺസ് ആയിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ വാട്ട് എഫക്ട്സ് നമ്മളെല്ലാം എഫക്റ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്, അതാണ് സൈബർ. നമ്മളെല്ലാം ഇപ്പോൾ ഡിവൈസസ്, എല്ലാവരുടെയും സ്മാർട്ട് ഫോൺസ് ഉണ്ട്, വീട്ടിൽ സ്മാർട്ട് ടെലിവിഷൻസ് ഉണ്ട്, സ്മാർട്ട് ഫാൻസ് ഉണ്ട്, വളരെയധികം എക്യുപ്മെൻറ്റ്സ് വെച്ച് സ്മാർട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക്സിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. എങ്ങനെ ഈ ഡിവൈസസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ അഡ്വേഴ്സറിക്ക് കിട്ടും, 1. 2, നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡിജിറ്റൈസ്ഡായി. UPI നമ്മൾക്കെല്ലാം അറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഹെൽത്ത് സെക്ടർ, നമ്മുടെ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ വളരെയധികം ഡിവൈസസ് ഉണ്ട്, MRI, CT സ്കാൻ മെഷീൻസ്, ഇതെല്ലാം ഇപ്പം നെറ്റ്വർക്ക്ഡ് ആണ്. അപ്പോൾ ഈ ഡൊമെയിനിൽ അഡ്വേഴ്സറീസ്, അതായത് സ്റ്റേറ്റ് ആക്ടേഴ്സ് ആവാം, നമ്മുടെ എനിമിക്കൽ കൺട്രീസ് ആവാം, ചെറിയ ഗ്രൂപ്പ്സ് ആവാം, ക്രിമിനൽ എലമെൻറ്റ്സ് ആവാം, ഇവരെല്ലാം 24/7 ബേസിസിൽ ഈ ഡിവൈസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളവരാണ്. അപ്പോൾ സൈബർ ഒരു ന്യൂ ഡയമെൻഷൻ ഓഫ് വാർഫെയർ ആണ്, ഒരു ന്യൂ ഡൊമെയിൻ ഓഫ് വാർഫെയർ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ സബ്ജക്റ്റ് എക്സ്പെർട്ടീസ്. അപ്പോൾ അതാണ് ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ നോർമലായിട്ട് ഇതിനെപ്പറ്റി ആലോചിക്കാറില്ല, പക്ഷേ ഇൻഫ്ലുവൻസസ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. ഈ സൈബർ സെക്യൂരിറ്റി കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ ഇത് പൊതുവേ പൊതുജനത്തിന് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അറിയാത്തൊരു മേഖലയാണ്. എങ്ങനെയാണ് ഈ കോർഡിനേഷൻ? അത് ഏതെല്ലാം തരത്തിൽ, ഏതെല്ലാം സംഘടനകൾ, സ്ഥാപനങ്ങൾ അവരെ കോർഡിനേറ്റ് ചെയ്ത്, എന്താണ് അതിൻ്റെ ഒരു സംവിധാനം, പ്രവർത്തനമൊക്കെ? ഞാൻ ഡിവൈസസിനെ പറ്റി പറഞ്ഞു. നമ്മുടെ എല്ലാം ഒരു വീട്ടിൽ തന്നെ ഒരു 10 ഡിവൈസസ് എങ്കിലും ഇപ്പോൾ ജനറലി നമ്മൾ 4
പേരുണ്ടെങ്കിൽ, അഡൽട്സ് ഉണ്ടെങ്കിൽ 4 ഡിവൈസസ് ഉണ്ടാവും. ഇതുപോലെ ഇമാജിൻ നമ്മുടെ എല്ലാ ഹൗസ് ഹോൾഡിലും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 1.3 ബില്യൺ ഡിവൈസസ് ഉണ്ട്. ഇതുപോലെ 1.3 ബില്യൺ ഡിവൈസസ്. ഈച്ച് ഓഫ് ദീസ് ഡിവൈസസ് നമ്മുടെ എല്ലാവരുടെയും ഒരു ഡിവൈസിൽ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് കാണും. നമ്മുടെ UPI ആപ്ലിക്കേഷൻസ്, റെയിൽ റിസർവേഷനുള്ള ആപ്ലിക്കേഷൻസ്, ഇങ്ങനെ ബാങ്കിങ്ങിൻ്റെ യോനോ ആപ്ലിക്കേഷൻ, ഇങ്ങനെ വളരെ വളരെ സിറ്റിസൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഡിവൈസസും ആപ്ലിക്കേഷൻസും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് നമ്മളെ പറ്റിയുള്ള ഡേറ്റ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ, നമ്മളുടെ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മളെ പേഷ്യൻറ്റിൻ്റെ ഡേറ്റ, ഈ ഡേറ്റ എല്ലാം കളക്ട് ചെയ്തിട്ട് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റാ സെൻറ്റേഴ്സിലാണ്, അല്ലെങ്കിൽ ക്ലൗഡ് എന്ന് പറയും, ക്ലൗഡിലാണ്. അപ്പോൾ നമുക്ക് ഡിവൈസസ് ഉണ്ട്, നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്ക് ഈ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇതിൻ്റെയും ഉപരി അല്ലാതെ നെറ്റ്വർക്ക്സ് ഉണ്ട്. നമ്മൾ ഈ ഡേറ്റ ഫ്ലോ ചെയ്യുന്നത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് നെറ്റ്വർക്ക്സ് ഉണ്ട്. അതിനാണ് നമ്മൾ ഈ ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയും. എയർടെൽ, ജിയോ, BSNL, ഇങ്ങനെ വളരെയധികം സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഈ മുഴുവൻ എൻവയോൺമെൻറ്റ്, അതായത് ഡിവൈസസ്, ആപ്ലിക്കേഷൻസ്, നെറ്റ്വർക്ക്സ്, ക്ലൗഡ്, ഇതിനെല്ലാം ഉപരി നമ്മൾ ആസ് ഇൻഡിവിജ്വൽ സിറ്റിസൺസ് നമ്മളും ഈ എക്കോസിസ്റ്റത്തിലുണ്ട്. സൈബർ ഡു ഈ 4-5 പാർട്സ് ഓഫ് ദിസ് എക്കോസിസ്റ്റം കോർഡിനേറ്റ് ചെയ്യുന്നത് നാഷണൽ സൈബർ സെക്യൂരിറ്റി കോർഡിനേറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നൗ ഈ ഡിവൈസസ് ഹെൽത്ത് സെക്ടറിലാവാം, ഫൈനാൻഷ്യൽ സെക്ടറിലാവാം, എനർജി സെക്ടറിലാവാം. ഈ ഡേറ്റ ഇതിൻ്റെ എല്ലാം പാർട്സ് ആവാം, ഈ സെക്ടേഴ്സിൻ്റെ എല്ലാം കമ്പോണൻറ്റ്സ് ആവാം. അപ്പോൾ എല്ലാ മിനിസ്ട്രിയും ലിറ്ററലി ഈ സൈബർ ഡൊമെയിൻ ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആസ് നാഷണൽ സൈബർ സെക്യൂരിറ്റി കോർഡിനേറ്റർ എൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാ മിനിസ്ട്രിയുമായിട്ട് സൈബറിനെ പറ്റി, സൈബർ സെക്യൂരിറ്റി ആസ്പെക്റ്റിനെ പറ്റി അതിൻ്റെ കോർഡിനേഷൻ നടത്തുക, അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക, അതിൻ്റെ അവയർനെസ് ഉണ്ടാക്കുക, അവരുടെ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുക. ഇതായിരുന്നു എൻ്റെ ജോലി. ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ ഞാൻ മിസ് ഔട്ട് ചെയ്ത സ്മാർട്ട് സിറ്റി പ്രോജക്ട്സ്, ഷിപ്പിംഗ് ആൻഡ് പോർട്ട്സ്, നമ്മുടെ കണ്ടെയ്നേഴ്സ് മൂവ്മെൻറ്റ്സ്, ലൈക്ക് കൊച്ചി പോർട്ടിലെ കണ്ടെയ്നേഴ്സ് വരുന്നു പോകുന്നു. അപ്പോൾ ഇതെല്ലാം മെഷീൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നെറ്റ്വർക്ക്ഡ് ആണ്. അപ്പോൾ എൻ്റെ ജോലി വളരെ കോംപ്ലെക്സ് ആയിരുന്നു. ആൻഡ് എനിക്ക് വളരെയധികം ഡിപ്പാർട്ട്മെൻറ്റ്സ്, മിനിസ്ട്രീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എല്ലാവർക്കും ഓരോരോ റൂൾസും റെഗുലേഷൻസും ഉണ്ട്, പോളിസീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ടു എൻഷുർ നമ്മുടെ സൈബർ സ്പേസ് ഇസ് പ്രൊട്ടക്റ്റഡ്. അതായിരുന്നു എൻ്റെ ജോലി. എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു. CERT in നിങ്ങൾ കേട്ട് കാണും. CERT in എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ. പിന്നെ നാഷണൽ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ സെൻറ്റർ, ഇത് NTROയുടെ അടിയിൽ, മിനിസ്ട്രി ഓഫ് ഹോമിൻ്റെ അടിയിലുള്ളതാണ്. ഇതുപോലെ I4C, നമ്മളെല്ലാം ഇമ്പാക്റ്റ് ചെയ്യുന്ന സൈബർ ക്രൈംസ്, അതിനെ മോണിറ്റർ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുകയായിരുന്നു I4Cയുടെ റെസ്പോൺസിബിലിറ്റി. ഇതല്ലാതെ എല്ലാ റെഗുലേറ്റേഴ്സും, എല്ലാ സെക്ടേഴ്സിനും റെഗുലേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് SEBI, ദാറ്റ് ഇസ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവരെല്ലാം അവരുടെ സൈബർ സെക്യൂരിറ്റി എക്കോസിസ്റ്റത്തിന് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്സ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഫ്രെയിംവർക്ക്സ് ഉണ്ടാക്കി ടു എൻഷുർ ദാറ്റ് ദ എൻറ്റയർ സൈബർ എക്കോസിസ്റ്റം ഇസ് പ്രൊട്ടക്റ്റഡ്. ദാറ്റ് വാസ് മൈ ജോബ്. സാധാരണഗതിയിൽ നമ്മൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു അതിർത്തി ഉണ്ടാവും, ഒരു കവാടം ഉണ്ടാവും, അത് അടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ സെക്യൂരിറ്റിയെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പം തന്നെ. അതെ. പക്ഷേ സൈബർ ഹൈവേ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എപ്പോഴും തുറന്നു കിടക്കുന്ന, 24 മണിക്കൂറും തുറന്നു കിടക്കുന്ന ഒരു ഹൈവേ ആണ്. അതെ. അപ്പോൾ അത് എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളൊരു വലിയ വെല്ലുവിളിയല്ലേ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതാരാണ് യുദ്ധം ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ നമുക്കെതിരെ നിൽക്കുന്ന ശത്രു ആരാണ്? എതിരെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എതിരെയാണോ എന്ന് പോലും നമുക്കറിയില്ല, നമ്മുടെ ചിലപ്പോൾ പുറകിലായിരിക്കും. അതെ. അപ്പോൾ അതെങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്, അങ്ങനത്തെ ഒരു സംവിധാനം? സൈബർ ഡൊമെയിനിൽ ഏറ്റവും ഡിഫിക്കൽട്ട് പ്രോസസ്സ് എങ്ങനെയാണ് അതിർത്തി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. നോഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും. അതായത് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളുണ്ട്. അതിർത്തി നമ്മുടെ ലാൻഡിലാണെങ്കിൽ ബോർഡർ ഏരിയാസിൽ നമുക്ക് പില്ലേഴ്സ് എല്ലാം വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള ലാൻഡിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സൈബറിൽ അങ്ങനെ ഒരു പോസിബിലിറ്റിയും ഇല്ല. അപ്പോൾ ആരാണ് നിങ്ങളുടെ എഗൻസ്റ്റ് ആയിട്ട് വരുന്നത്, ആരാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് എന്നുള്ള വളരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ ഡിഫിക്കൽട്ടാണ്. എല്ലാവരും റൈറ്റ് ഫ്രം യൂസർ ഓൺവേർഡ്സ്, നമ്മൾ നോർമൽ കോമൺ സിറ്റിസൺസ് ആണ്. നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, അല്ലെങ്കിൽ ഡിവൈസസ് ഉണ്ട്. എല്ലാ ഓർഗനൈസേഷനും
എല്ലാ ഡിവൈസസും വിച്ച് കണക്ട്സ് ടു എ നെറ്റ്വർക്ക് അവർക്കെല്ലാം മിനിമം സൈബർ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ട നെസസിറ്റി ഉണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ അതിർത്തിയുടെ പ്രശ്നം വരും. ആരാണ് എവിടെ നിന്നാണ് അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കൺട്രിയിൽ നിന്ന്, നമ്മുടെ നെയ്ബറാവാം, നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ഒരാളാവാം ഇതിൻ്റെ ഉള്ള റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്, അല്ലാതെ വെളിയിൽ നിന്നുള്ളവരാവാം. സൈബർ സ്പേസ് കവേഴ്സ് ദ എൻറ്റയർ ഗ്ലോബൽ അരന. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എങ്ങനെയാണ് നമ്മൾ സൈബർ സ്പേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഉണ്ട്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബയലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ഉണ്ട്. യുണൈറ്റഡ് നേഷൻസിൻ്റെ സൈബർ ഡിസ്കഷൻസ് എങ്ങനെയാണ് നമ്മൾ സൈബർ ഡൊമെയിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ വളരെയധികം കോൺഫറൻസസും മീറ്റിംഗ്സും നടക്കുന്നുണ്ട്. ഇറ്റ്സ് വർക്ക് ഇൻ പ്രോഗ്രസ്. നമുക്കതിനെ വളരെയധികം റിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് ചോദിച്ചത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ സംസാരിക്കപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യമാണ്. ഇതെങ്ങനെയാണ് ഈ സുരക്ഷാ കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലും താങ്കൾ നിരവധി സെമിനാറുകൾക്കും ഒക്കെ ആയിട്ടും ഇൻട്രാക്ഷൻസിനും ഒക്കെ ആയിട്ടും പുറത്തൊക്കെ പോകുന്നയാളാണ്. അപ്പം എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? ഭാവിയിൽ എന്തായിരിക്കും ഇതിൻ്റെ ഇടപെടൽ? കാരണം നമ്മൾ കേൾക്കുന്നുണ്ട്, ഇപ്പം ഗാസയിലെ യുദ്ധത്തിൻ്റെ സമയത്തെല്ലാം ഒരു മിസൈൽ എവിടെ ചെന്ന് വീഴണം എന്ന് തീരുമാനിക്കാൻ വരെയുള്ള അവസാന മിനിറ്റ് വരെ ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുക്കുന്നത് AI ആണെന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാം ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ആസ് ഇൻഡിവിജ്വൽസ്. നമ്മൾ ബാങ്കിൽ നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ട്, ആധാർ, പാൻ, ടെലിഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഇതെല്ലാം അവരുടെ ഒരു ഡേറ്റ ഉണ്ട്. നമ്മൾ ആരുടെ അടുത്താണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്, ആ ഡേറ്റയും ബാങ്കിലുണ്ട്. ഇതുപോലെ ഓരോ സിറ്റിസണിനും, ഓരോ എൻ്റർപ്രൈസസിനും, ഓരോ ഓർഗനൈസേഷൻസിനും അവർ ലാർജ് നമ്പർ ഓഫ് ഡേറ്റ അവർ ജനറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡേറ്റ ഞാൻ പറഞ്ഞ അതുപോലെ അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ക്ലൗഡിലോ അല്ലെങ്കിൽ ഡേറ്റ വെയർ ഹൗസസിലോ ഡേറ്റ സെൻറ്റേഴ്സിലോ ഇതെല്ലാം ആവാം. എങ്ങനെ നമ്മൾ ഈ ഡേറ്റ യൂസ് ചെയ്യും? അപ്പോൾ ഇത് യൂസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഡേറ്റ യൂസ് ചെയ്ത് മനുഷ്യന് ഉപകരിക്കാനായിട്ടുള്ള വളരെയധികം ടൂൾസ് ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വെഹിക്കിൾസ് ഉണ്ട്, നമുക്കെല്ലാം ഒരു സ്വന്തമായിട്ടുള്ള സ്കൂട്ടറോ കാറോ ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടോൾ ഗേറ്റ്സിൽ കൂടി പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ക്യാമറ വഴി നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും ഇയാളുടെ ഈ സ്കൂട്ടർ അല്ലെങ്കിൽ ഈ വെഹിക്കിൾ ഈ ടൈമിൽ ഇവിടെ നിന്ന് പാസ് ചെയ്തു. അത് നമുക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റാ ബേസിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. ഇത് ലോ ആൻഡ് ഓർഡർ, ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്കിങ് ഇൻഫർമേഷൻ ക്യാൻ ബി യൂസ്ഡ് ബൈ നമ്മുടെ ഫൈനാൻഷ്യൽ ഏജൻസീസ് ഫോർ ഇംപ്രൂവിങ് യുവർ ഫൈനാൻഷ്യൽ സ്റ്റോക്ക് മാർക്കറ്റിന് യൂസ് ചെയ്യാം. ഡിഫൻസ് ഡൊമെയിനിൽ വരികയാണെങ്കിൽ ഡിഫൻസിൽ വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട് ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ നോർമലായിട്ട് ബോർഡറിൽ എനിമിയുടെ, നമ്മുടെ അഡ്വേഴ്സറിയുടെ എന്തെല്ലാം ചേഞ്ചസ് ആണ് നടക്കുന്നത് അവരുടെ യുദ്ധരീതിയിൽ, റെക്കഗ്നൈസൻസ് ഇൻ്റലിജൻസ് ഗ്യാതറിങ് പ്രോസസ്സിൽ, അതായത് അവരെ പറ്റിയുള്ള നോളജ് കിട്ടുന്ന വളരെയധികം ഇൻപുട്സ് നമ്മുടെ കയ്യിൽ വരാറുണ്ട്. ഇത് നമ്മൾ ലൈക്ക് അവിടുത്തെ ഏതെങ്കിലും പുതിയ വെപ്പൺ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തോ, പുതിയ ഏതെങ്കിലും കമാൻഡേഴ്സ് ആളുകൾ ഫ്രണ്ടിൽ വന്നോ, അപ്പോൾ അവരുടെ എല്ലാം നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഡേറ്റാ ബേസിൽ വെച്ചിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ജനറൽ അല്ലെങ്കിൽ ഈ കമാൻഡർ ഇന്ന ദിവസം ഇവിടെ വന്നിരുന്നു, അല്ലെങ്കിൽ ഈ വെപ്പൺ സിസ്റ്റം ഇവിടെ യൂസ് ചെയ്തിരുന്നു. ഇതെല്ലാം നമുക്ക് AI വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കൺട്രിക്ക് ഇത്ര കേപ്പബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതാണ് വൺ ഓഫ് ദ മെത്തേഡ്സ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. റിപ്പറ്റേറ്റീവ് ആക്ടിവിറ്റീസ്, പാറ്റേൺസ്, ഇതെല്ലാം വളരെ ഉപകാരമായിട്ട് നമുക്ക് AI യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ അഡ്വേഴ്സറിയുടെ ലൊക്കേഷൻസ്, അവരുടെ എനിമി ക്യാമ്പ്സ് അല്ലെങ്കിൽ ഈ ടെററിസ്റ്റിൻ്റെ ക്യാമ്പ്സ് എവിടെയെല്ലാം ഉണ്ട്, ഈ ഡീറ്റെയിൽസ് എല്ലാം AI യൂസ് ചെയ്തിട്ട് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും, പിൻ പോയിൻ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ ഫോട്ടോ ഐഡൻറ്റിറ്റി നമുക്കിപ്പോൾ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഈ ആൾ ഈ ടൗണിൽ ഇന്ന ടൈമിൽ വന്നിരുന്നു നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഈ ആൾ ഇവിടെ അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിലുണ്ട്, ഇതെല്ലാം AI യൂസ് ചെയ്തിട്ട് ഇപ്പോൾ പറ്റും. അപ്പോൾ അതുപോലെ വെപ്പൺ സിസ്റ്റംസിൻ്റെ എംപ്ലോയ്മെൻറ്റ്
നമുക്കറിയാം ഈ വെപ്പൺ ഇന്ന ടൈമിൽ ഫയർ ചെയ്യണമെങ്കിൽ ഇയാളെ പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് AI ഇൻ ഡിഫെൻസിൽ യൂസ് ചെയ്യുന്നത്, ആം ഫോഴ്സസ് എക്കോസിസ്റ്റമിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഉപകരിക്കുന്ന ഒരു ടൂളാണ്, സ്പെഷ്യലി ഫോർ ഇൻ്റലിജൻസ്, സർവൈലൻസ് ആൻഡ് റെക്കഗ്നിസൻസ്. പിന്നെ ഡേറ്റാബേസ്, നമ്മുടെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, നമ്മുടെ മാൻ മാനേജ്മെൻറ്റ്, വെപ്പൺ മാനേജ്മെൻറ്റ്, ഇതിനെല്ലാം വളരെയധികം യൂസുള്ള ഒരു ടൂളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മുടെ ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ ആം ഫോഴ്സസിലും വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതുകൊണ്ട് ഇറ്റ്സ് എ ഫീൽഡ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറഞ്ഞു. പെട്ടെന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് പോവുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തുറന്നു കിടക്കുന്ന ഒരു സൈബർ ഹൈവേ, ഒരുപാട് ഹൈവേകൾ, പലതരത്തിലുള്ള മന്ത്രാലയങ്ങൾ, പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസ്, ഇതെല്ലാം പെട്ടെന്ന് സുരക്ഷിതമാക്കാനായിട്ട് എങ്ങനെയാണ് ഭരണകൂടം പ്രവർത്തിച്ചത്? എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ നടന്നത്? നമുക്ക് സഡൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതൊരു വളരെ പ്രോസസ് ഇൻറ്റൻസീവാണ്. വളരെ നാളായിട്ട് നമുക്കറിയാം സൈബർ ഡൊമെയിനിൽ ഇതേ ചലഞ്ചസ് ഉണ്ട്. പറഞ്ഞ പോലെ അതിർത്തിയില്ല, ആട്രിബ്യൂട്ടബിലിറ്റി ഇല്ല, എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിനെല്ലാം വളരെയധികം പ്രിപ്പറേഷൻസ് ചെയ്തിരുന്നു, ഫ്രെയിം വർക്ക്സ് ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം നമ്മളിവിടെ G20 ഇവൻറ്റ് നടത്തി. ആ ടൈമിൽ വളരെയധികം സൈബർ അറ്റാക്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റൽ വെബ്സൈറ്റ്സിലും G20 സൈറ്റിലും. അതിനെ എങ്ങനെ നമ്മൾ ഡിസ്ട്രക്റ്റ് ചെയ്യാം എന്നുള്ള വളരെയധികം അറ്റംപ്റ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്ന് പഠിച്ച് ഈ വർഷം ഏപ്രിലിൽ സിന്ദൂർ ആദ്യം പെഹൽഗാമിലുള്ള ഒരു ഇൻസിഡൻറ്റ് നടന്നു, ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മീഡിയ അഡ്രസ്സ് ചെയ്തു. അന്ന് പറഞ്ഞു നമ്മൾ ആസ് എ നേഷൻ വിൽ റെസ്പോണ്ട് എന്ന് പറഞ്ഞിരുന്നു. അന്ന് തൊട്ട് നമ്മുടെ സൈബർ സ്പേസിൽ വളരെയധികം അറ്റാക്സ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ സെക്ടർ, ഗവൺമെൻറ് സെക്ടർ, ഡിഫെൻസ്, എനർജി സെക്ടർ. ഇവിടെയെല്ലാം വളരെയധികം ഡിനയൽ ഓഫ് സർവീസസ് അറ്റാക്സ്. അതായത് നോർമൽ സിറ്റിസൻ്റെ ആ സർവീസ് നമ്മൾ ബാങ്കിൽ ലോഗ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ UPI യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അറ്റംപ്റ്റ്സ്, വളരെയധികം അറ്റംപ്റ്റ്സ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു. ഓർഗനൈസേഷൻസ് ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ CERT-IN, NCIPC, നമ്മുടെ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, സ്റ്റേറ്റ്, അവർക്കെല്ലാം ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഉണ്ട്. അവർ ഈ സൈബർ സെക്യൂരിറ്റി ലാൻഡ്സ്കേപ്പ് മുഴുവൻ മോണിറ്റർ ചെയ്യുകയായിരുന്നു. ഇതുപോലെ SBI, ബാങ്ക്സിൻ്റെ CISOs, NPCI, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അവരുടെ NPCIയുടെ അവരുടെ എല്ലാം CISOs, ചീഫ് ഇൻഫർമേഷൻ ഓഫീസേഴ്സ്, അവരുടെ സൈബർ സെക്യൂരിറ്റി സ്റ്റാഫ്, അവരെല്ലാം വളരെ വളരെ അലേർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അറ്റംപ്റ്റ്സ് എല്ലാം നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. ഈ അറ്റംപ്റ്റ്സ് ടു ഡിസ്ട്രോയ് അവർ ഈ നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റം, ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. ഇൻ അഡീഷൻ എല്ലാ ഹെഡ്സ് ഓഫ് മിനിസ്ട്രീസും ലൈക്ക് നിർമ്മല സീതാരാമൻ, ഫൈനാൻസ് മിനിസ്ട്രി, അശ്വിനി വൈഷ്ണവ്, റെയിൽവേസും, മേറ്റി, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ്, അവരെല്ലാം സ്വന്തം സൈബർ സെക്യൂരിറ്റി നോംസ് അസസ് ചെയ്തു. പ്രൈം മിനിസ്റ്റർ സ്വന്തമായിട്ട് എല്ലാ മിനിസ്റ്റേഴ്സിനും ഡയറക്ഷൻസ് കൊടുത്തിരുന്നു അവരുടെ സൈബർ സെക്യൂരിറ്റി സ്ട്രെങ്തൻ ചെയ്യണമെന്ന്. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അവരും എല്ലാം അവരുടെ സൈബർ സെക്യൂരിറ്റി എക്കോസിസ്റ്റം സ്ട്രെങ്തൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സിന്ദൂറിൻ്റെ ടൈമിലും അത് കഴിഞ്ഞിട്ടും ഇതുവരെ നമ്മുടെ സിറ്റിസൺ സർവീസസ്, ഫേസിങ് സർവീസസ് ഇമ്പാക്റ്റ് ആയിട്ടില്ല. പക്ഷേ ദർ ഹാവ് ബീൻ ഇമ്പാക്ട്സ്. ചില വെബ്സൈറ്റ്സിലും ആപ്ലിക്കേഷൻസിലും ചെറിയ ചെറിയ വൾണറബിലിറ്റീസ് ഉണ്ട്. അതെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഡീഫേസ്മെൻറ്റ്സ് എന്ന് പറയും. അതായത് ഒരു വെബ്സൈറ്റിൻ്റെ ഫേസ്, അതിനകത്ത് സഡൻലി ഒരു വേറൊരു കാർട്ടൂൺ ക്യാരക്ടർ വരാം, അല്ലെങ്കിൽ വേറൊരു കൺട്രിയുടെ ഫ്ലാഗ് വരാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ അറ്റംപ്റ്റ്സ് എല്ലാം സക്സസ്ഫുള്ളായി ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ സിറ്റിസൺ സർവീസസ് ഒന്നും എഫക്റ്റഡ് ആയിട്ടില്ല. നമ്മുടെ UPI ഒരിക്കലും ഫെയിൽ ആയിട്ടില്ലല്ലോ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ഒന്നും കൊളാപ്സ് ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് അവർ സൈബർ സെക്യൂരിറ്റി പോസ്ചറാണ്. ഇത് വളരെയധികം എഫേർട്സ് ഉണ്ടായിരുന്നു. ആൻഡ് ആക്ച്വലി അവിടെയുള്ള CISOസും ഈ ഡൊമൈനിൽ വർക്ക് ചെയ്ത് അവർക്കെല്ലാം വളരെയധികം കോംപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടതാണ്. അവരെല്ലാം വളരെയധികം വളരെയധികം പ്രശംസനീയമായ വർക്ക് ചെയ്തിരുന്നു അവിടെ. മറ്റ് രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ സൈബർ സെക്യൂരിറ്റിയെ കാണുന്നത്? അതുപോലെ AI ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്താണ് അവിടെ നടക്കുന്നത്? മറ്റ് രാജ്യങ്ങളിൽ താങ്കൾ പോയിട്ട് പല പരിപാടികളിലും സംബന്ധിക്കാറുണ്ട്. വളരെ നല്ല ക്വസ്റ്റ്യനാണിത്. നമ്മുടെ ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന പോലെ ഇൻഫാക്റ്റ് ഇന്ത്യക്കാണ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഇന്ത്യയിലാണ്. നമ്മുടെ സിറ്റിസൻസ് ലൈക്ക് 1.45 ബില്യൺ സിറ്റിസൻസ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിനകത്ത് 1.3 ബില്യൺ ആക്ച്വലി കണക്റ്റഡ് ആണ്. ബാക്കിയുള്ളവർ കുട്ടികളായിരിക്കാം, അവർക്ക് ഈ
മൊബൈൽ ഡിവൈസസ് ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ഇത്ര ലാർജ് എക്കോസിസ്റ്റം വേറെ ഒരു രാജ്യത്തും ഇല്ല ഇപ്പോൾ. ചൈനയ്ക്ക് ഉണ്ട്, ഇക്വലൻ്റ് ആണ്. പക്ഷേ വേറെ ഒരു രാജ്യത്തും ഇത്രയുള്ള ലാർജ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഒന്ന്. രണ്ട്, ഡിജിറ്റലി കണക്റ്റഡ് എക്കോസിസ്റ്റംസ് വളരെയധികം കൺട്രീസിലുണ്ട് ഇപ്പോൾ. ഡെവലപ്ഡ് നേഷൻസ്, USA, UK, ഫ്രാൻസ്, അവിടെയും ജർമ്മനി, യൂറോപ്യൻ യൂണിയനുള്ള കൺട്രീസ്, എസ്റ്റോണിയ ചെറിയൊരു കൺട്രിയാണ്. അവർ 99% ഓഫ് ദ പീപ്പിൾ ആർ വർക്കിംഗ് ഓൺ ഡിജിറ്റൽ ഡൊമെയിൻ. അങ്ങനെയുള്ള എക്കോസിസ്റ്റംസ് ഉണ്ട്. പക്ഷെ അവരെല്ലാം ഇതുപോലെയുള്ള ചലഞ്ചസ് ഇപ്പോൾ ഫേസ് ചെയ്യാണ്. അപ്പോൾ അവരെല്ലാം അവരുടെ സൈബർ സെക്യൂരിറ്റി പോസ്റ്റേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. പക്ഷേ ചലഞ്ചസ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒന്ന് ടെക്നോളജി, ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് ടെക്നോളജി വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യാണ്. ടെക്നോളജി ലാൻഡ്സ്കേപ്പ് എല്ലാ ദിവസവും വെർച്വലി ചേഞ്ചസ് ഉണ്ട്. പുതിയ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാംസ് ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ട് പ്രോഗ്രാംസ് ഇപ്പോൾ. കോളേജസിലും യൂണിവേഴ്സിറ്റീസിലുള്ള കുട്ടികൾ അങ്ങനെയുള്ള ത്രെറ്റ്സ് വരുന്നുണ്ട്. ഒന്ന്. രണ്ട്, സപ്ലൈ ചെയിൻ. നമ്മുടെ ഇലക്ട്രോണിക് സിസ്റ്റംസിൽ ഉള്ള സ്പെയർ പാർട്സ്, കമ്പോണൻറ്റ്സ് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്നതല്ല. അത് വളരെയധികം രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡിപ്പെൻഡൻസീസ് ഉണ്ട് സപ്ലൈ ചെയിനിന്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ വൾണറബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഒരു അഡ്വേഴ്സറിക്ക് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. തേർഡ്, നമ്മുടെ ഈ സപ്ലൈ ചെയിനിൽ തന്നെ പാർട്ടായിട്ട് സോഫ്റ്റ്വെയർസ് ചിലപ്പോൾ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യില്ല. ഞാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൻ്റെ കാര്യം പറയാം. നമ്മുടെ മൊബൈലിൽ ഒരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS, ആപ്പിൾ ഫോൺ ആണെങ്കിൽ iOS ഇതുണ്ട്. നമ്മൾ എത്ര പേര് അതിനെ ചെക്ക് ചെയ്യും ഇത് അപ്ഡേറ്റഡ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള വൾണറബിലിറ്റീസ് ഉണ്ട് സിസ്റ്റത്തിൽ. ഇതെല്ലാം ഇന്ത്യയിൽ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കൺട്രീസിലും ഇങ്ങനെയുള്ള എക്സ്പോഷർ ഉണ്ട്. പക്ഷേ നമ്മുടെ കൺട്രിയിൽ ഈ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ച് കൂടുതലായതുകൊണ്ട് കുറച്ചുകൂടെ ത്രെറ്റ്സ് കുറച്ച് കൂടുതലാണ്. ഒന്ന്. രണ്ട്, നമ്മൾ കോവിഡിൻ്റെ ടൈമിൽ ദ വേ ടു റീച്ച് എല്ലാ എഡ്യൂക്കേഷൻ കൊടുക്കണം. നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ദ ഗവൺമെൻറ്റിൻ്റെ അറ്റംപ്റ്റ് ആയിരുന്നു എല്ലാ വീട്ടിലും എത്തണം, എല്ലാ സിറ്റിസൻസിൻ്റെ അടുത്തും എത്തണം. അപ്പോൾ ചെറിയ കോംപ്രമൈസസ് ഇൻ സെക്യൂരിറ്റി അപ്പോൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാം റിസൾട്ട് ചെയ്ത് എന്താണ്? നമ്മുടെ സൈബർ സെക്യൂരിറ്റി ചെറിയൊരു വൾണറബിലിറ്റി ആയി. ഇപ്പോൾ അത് വളരെയധികം സ്റ്റെപ്സ് എടുക്കുന്നുണ്ട് ഇതിനെല്ലാം ഓവർകം ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ ഈ സിന്ദൂർ ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് നമ്മളിപ്പോൾ ഓവർകം ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ബാക്കിയുള്ള എല്ലാ കൺട്രീസിലും ഇതേ സിറ്റുവേഷൻ ഇതേപോലെയാണ്. അതുകൊണ്ട് വളരെയധികം ബയലാറ്ററൽ, മൾട്ടിലാറ്ററൽ കോർഡിനേഷൻ മെക്കാനിസംസ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ കൺട്രിയിലുള്ള സൈബർ സെക്യൂരിറ്റി എക്കോസിസ്റ്റം വളരെ റോബസ്റ്റാണ് ഇപ്പോൾ. ആൻഡ് ഐ തിങ്ക് വി ക്യാൻ ഗിവ് അസിസ്റ്റൻസ് ടു ലോട്ട് ഓഫ് കൺട്രീസ്. നമ്മുടെ ഇവിടെ വൺ മോർ അഡ്വാൻറ്റേജ്, നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ, നമ്മുടെ വൈബ്രൻറ്റ് യൂത്ത്, അവർ വളരെയധികം ട്രെയിൻഡാണ് ഈ ഡൊമെയിനിൽ, വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ഡൊമെയിനിൽ. അപ്പോൾ അവരെല്ലാം ബ്രില്യൻ്റ് ആണ് ഈ ഡൊമെയിൻ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കൺട്രീസിനെ എല്ലാം അസിസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ഡൊമെയിനിൽ. ഈ കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നിന്ന് 16-ാമത്തെ വയസ്സിലാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ചേരുന്നത്. അത് കഴിഞ്ഞിട്ട് പല ചുമതലകളുണ്ടായിരുന്നു. പല പ്രധാനപ്പെട്ട ചുമതലകൾ ദേശീയ തലത്തിലും അല്ലാതെയുമൊക്കെ വഹിച്ചിട്ടുണ്ട്. ഈ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സാധാരണഗതിയിലുള്ള ഒരാളുടെ കരിയർ സ്വപ്നങ്ങളോ, അത് കേരളത്തിൽ പൊതുവെ കരിയർ സ്വപ്നങ്ങളുടെ കൂട്ടത്തിൽ സൈന്യം അപൂർവമായിട്ടാണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഇത് സംഭവിച്ചത്? ആദ്യമായി ഞാൻ ജനിച്ചു വളർന്നത് ഒരു സൈനിക് സ്കൂൾ ക്യാമ്പസിലാണ്. എൻ്റെ അച്ഛൻ അവിടുത്തെ സൈനിക് സ്കൂളിൽ ഒരു ടീച്ചറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അംബിഷനായിരുന്നു ആം ഫോഴ്സസിൽ ജോയിൻ ചെയ്യുക, ആർമിയിൽ ചേരുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഇതായിരുന്നു അതിൽ. അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് സൈനിക് സ്കൂളിൽ ഒരു ടീച്ചറായത്. സൈനിക് സ്കൂളിൽ നിന്ന് അവിടെയുള്ള സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്ത് ആം ഫോഴ്സസിൽ ചേരുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ്. അതുപോലെ മക്കളെയും, എനിക്കൊരു മൂത്ത ചേച്ചിയുണ്ട്, അനിയനുണ്ട്. ഞങ്ങൾ 3 പേരെയും ഒരു ആം ഫോഴ്സസ് ബാക്ക്ഗ്രൗണ്ടിലോട്ടാണ് അച്ഛൻ ശ്രമിച്ച് പുഷ് ചെയ്ത് വിട്ടത്. എൻ്റെ ചേച്ചി ഒരു നേവൽ ഓഫീസറിനെ കല്യാണം കഴിച്ച് സെറ്റിൽഡായി. ഇൻഫാക്ട് ഷി വാസ് പ്രിൻസിപ്പൽ ഓഫ് ആൻ ആർമി സ്കൂൾ. ഞാൻ ആർമിയിലായിരുന്നു, എൻ്റെ അനിയൻ നേവിയിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 3 പേരെയും സർവീസ് കരിയറായിരുന്നു. പക്ഷെ ഞാൻ സൈനിക് സ്കൂളിൽ 11th കഴിഞ്ഞ് 12th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെയാണ് ഞാൻ നാഷണൽ ഡിഫൻസ് അക്കാഡമി ജോയിൻ ചെയ്തത്. ഞാനൊരു വളരെ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആവറേജ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലും ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലും ആവറേജ് കേഡറ്റ് ആയിരുന്നു. ആർമിയിൽ ചേർന്നപ്പോൾ അവിടുത്തെ എക്കോസിസ്റ്റം, അവിടുത്തെ ബാക്കിയുള്ള ഓഫീസേഴ്സുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ്, നമ്മുടെ ട്രൂപ്സുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് എന്നെ വളരെയധികം ഇൻട്രസ്റ്റ് ചെയ്തു ടെക്നോളജി ഡൊമെയിൻ പഠിക്കാനായിട്ട്. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ അപ്പോഴും ടെക്നോളജി വൈസ് നമ്മുടെ ആം ഫോഴ്സസ് വളരെ ബാക്ക്വേർഡ് ആയിരുന്നു. കമ്മ്യൂണിക്കേഷൻസ്, ഞാൻ ജോയിൻ ചെയ്ത കോർ ഓഫ് സിഗ്നൽസിലാണ്. അവിടെ കമ്മ്യൂണിക്കേഷൻസ് നമ്മളെ അപ്പോഴത്തെ കാലത്ത് ടെലിഫോൺ ലൈൻസിൽ കൂടെ ആയിരുന്നു കമ്മ്യൂണിക്കേഷൻസ്. അതായത് 2 വയർ വെച്ചിട്ടാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്.
ആ ഇറയെല്ലാം മാറി ഓവർ ദ പീരിയഡ് ഓഫ് ടൈം ഞാൻ 1995 നെറ്റ്വർക്കിംഗ് തുടങ്ങി. ലൈക്ക് നമ്മുടെ ഫോഴ്സസ് മുഴുവൻ നെറ്റ്വർക്ക്ഡായി. അപ്പം നെറ്റ്വർക്ക്സ് യൂസ് ചെയ്ത്, പക്ഷേ അപ്പോഴും നമ്മുടെ ഡിവൈസസ് ലൈക്ക് ടെലിഫോൺസ് അതെല്ലാം വളരെ ബാക്ക്വേർഡ്, വളരെ പ്രിമിറ്റീവ് ഡിവൈസസ് ആയിരുന്നു. 2000s ആയപ്പോൾ ദ എൻറ്റയർ സിനാരിയോ ചേഞ്ച്. ഇൻ്റർനെറ്റ് വന്നു, ടെക്നോളജി ചേഞ്ചസ് വളരെ വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി ലാൻഡ്സ്കേപ്പ്. അങ്ങനെ വളരെയധികം പുതിയ പുതിയ പ്രോഡക്ട്സ് ഫോഴ്സസ് വരാൻ തുടങ്ങി. ആൻഡ് ഞാൻ അതിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ആൻഡ് ടെക്നോളജി അബ്സോർപ്ഷൻ എൻ്റെ ഒരു പാഷനായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ടെക്നോളജി, പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ ഞാൻ പഠിക്കാൻ തുടങ്ങി. ഞാൻ സൈബർ ഫീൽഡിൽ ഒരിക്കലും ആയിരുന്നില്ല. 2014 എന്നെ ഒരു സൈബർ ഓർഗനൈസേഷനിലോട്ട് ഞങ്ങളുടെ HR ഡിപ്പാർട്ട്മെൻറ്റ്, അതിന് മിലിറ്ററി സെക്രട്ടറീസ് ബ്രാഞ്ച് എന്ന് പറയും, അവർ എന്നെ പോസ്റ്റ് ചെയ്തു ഒരു ചെറിയൊരു സൈബർ ഓർഗനൈസേഷനിൽ. അപ്പോൾ അതൊരു വളരെ ഒരു നേസൻ്റ് ഓർഗനൈസേഷനായിരുന്നു, ആദ്യത്തെ അറ്റംപ്റ്റ്. അപ്പം ഞാൻ അതിനെ റേസ് ചെയ്ത് ഇൻട്രസ്റ്റോടെ അതിനെ ഇപ്പോഴത്തെ ഡിഫൻസ് സൈബർ ഏജൻസി ആയിട്ട് ഞാൻ റേസ് ചെയ്തു. അത് കഴിഞ്ഞ് ടെക്നോളജി ഡൊമൈൻസിൽ ഞാൻ ഒരു സിഗ്നൽ ഇൻ്റലിജൻസിൻ്റെ ഹെഡായി, ഒരു മേലധികാരിയായി. അവിടെ എൻ്റെ റെസ്പോൺസിബിലിറ്റി ടെക്നോളജി യൂസ് ചെയ്ത് നമ്മുടെ അഡ്വേഴ്സറീസിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, അതിൽ നിന്ന് ഇൻ്റലിജൻസ് കിട്ടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ശ്രമമായിരുന്നു എൻ്റേത്. അപ്പോൾ അങ്ങനെ ഞാൻ ടെക്നോളജിയുമായിട്ട് വളരെയധികം അസോസിയേറ്റഡ് ആയി. അങ്ങനെയാണ് എൻ്റെ ഇൻട്രസ്റ്റ്. എൻ്റെ ഫീലിംഗ്, ടെക്നോളജി വിൽ ഓൾവേസ് കീപ് ചേഞ്ചിങ് ആൻഡ് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, നോളജ് എപ്പോഴും അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കണം. ഈ ആർമിയിൽ പഠിക്കുന്ന സമയത്ത്, ഇപ്പം നാഷണൽ ഡിഫൻസ് അക്കാഡമി ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള പല തരത്തിലുള്ള സ്കില്ലുകൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലാണെങ്കിലും അവിടെ ഒരു സിലബസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ, ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പരമ്പരാഗത സിലബസ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതെ, ഒരുപാട് മാറ്റങ്ങൾ ഓരോ ദിവസം എന്നുള്ള രീതിയിൽ സംഭവിക്കും. എങ്ങനെയാണ് അത് ഏറ്റവും മുന്തിയ തരത്തിൽ, മികച്ച തരത്തിൽ ഒരു സൈനികനെ വാർത്തെടുക്കാനായിട്ട് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്? ആർമിയുടെ ട്രെയിനിങ് ഫിലോസഫി വളരെ ഒരു സ്പെഷ്യലാണ്. അവിടെ പഠിക്കാനുള്ള വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇൻഫാക്റ്റ് ഞങ്ങളെല്ലാം ആം ഫോഴ്സസിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ദാറ്റ് നമുക്ക് പഠിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആർമിയിൽ ചേരുന്നതെന്ന്. അതൊരു തെറ്റായ ഒരു ഫീലിംഗ് ആണ്. ആർമിയിൽ ചേർന്ന തൊട്ട് എല്ലാ വർഷവും പ്രൊമോഷൻ എക്സാംസ് ഉണ്ട്, ഓരോരോ സ്റ്റേജിലും എക്സാമിനും സ്ക്രീനിങ് ഉണ്ട്. ഒരു ആദ്യത്തെ 13 വർഷം നമുക്ക് പ്രൊമോഷൻസ് നോർമൽ ഫ്രം ലെഫ്റ്റനൻറ്റ് ടു ക്യാപ്റ്റൻ ടു മേജർ ടു ലെഫ്റ്റനൻറ്റ് കേണൽ വരെ സ്മൂത്തായിട്ട് പോകാം. അത് കഴിഞ്ഞ് വളരെ ഡീപ്പ് സെലക്ഷനാണ്. അപ്പോൾ ഓരോ സെലക്ഷനും അവർ നമ്മുടെ എന്താണ് ക്വാളിഫിക്കേഷൻ, എന്താണ് കേപ്പബിലിറ്റീസ്, എന്തെല്ലാം കോഴ്സസ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം വളരെ സ്ക്രൂട്ടനൈസ് ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആസ് എൻ ഇൻഡിവിജ്വൽ എപ്പോഴും നമ്മളെ നോളജ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ പ്രൊഫഷണൽ കോമ്പിറ്റൻസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ട്രൈ ചെയ്യണം. രണ്ടാമത്തെ, ആർമിയുടെ വളരെയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. 3 ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. മിലിറ്ററി കോളേജ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ്, മിലിറ്ററി കോളേജ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇങ്ങനെ 3 മെക്കാനിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, MCME എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ്. അങ്ങനെയുള്ള 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവരുടെ എല്ലാം സിലബസ് എപ്പോഴും എല്ലാ വർഷവും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒന്ന് വെപ്പൺ സിസ്റ്റം ചേഞ്ച് ചെയ്യും, അപ്പോൾ അതനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യും. ടെക്നോളജി ചേഞ്ച് ചെയ്യും. അപ്പോൾ വളരെയധികം ചേഞ്ചസ് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചെയ്യാറ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത്. എപ്പോഴും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുകൾ പഠിപ്പിക്കാനും വേണ്ടേ? പഠിപ്പിക്കാനും ഉണ്ട്. ഒന്ന്, ആർമിക്കാർ അവിടെ ഉള്ള ഇൻസ്ട്രക്ടേഴ്സ് മിലിറ്ററിയും ഉണ്ട്, സിവിലിയൻ പ്രൊഫസസും ഉണ്ട്, UPSC അപ്പോയിൻറ്റഡ് സിവിലിയൻ പ്രൊഫസസും ഉണ്ട്. അപ്പോൾ അവരെല്ലാം വളരെയധികം, പിന്നെ ഞങ്ങൾക്കെല്ലാം ഈ സ്ഥാപനവുമായിട്ട് അസോസിയേഷനുണ്ട്. ഞാനവിടെ എൻ്റെ യങ് ഓഫീസേഴ്സ് കോഴ്സ് ചെയ്തു. അവിടെ ഞങ്ങളുടെ ഡിഗ്രി കോഴ്സ് ചെയ്തു. എൻ്റെ ഡിഗ്രി കോഴ്സ് ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ചെയ്തത് മിലിറ്ററി കോളേജ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലാണ്. അത് ഓറിയൻറ്റഡ് ടുവേർഡ്സ് മിലിറ്ററി കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അഡ്വാൻസ് MTech ചെയ്യാം, PhD ചെയ്യാം. ഇപ്പോൾ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആം ഫോഴ്സസിൽ പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെയെല്ലാം സിലബസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ടെക്നോളജി അബ്സോർപ്ഷൻ ആം ഫോഴ്സസ് വളരെയധികം എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 45 വർഷത്തെ ഒരു സേനാ അനുഭവമുണ്ട്, പരിചയമുണ്ട്. അപ്പം നമ്മുടെ സമൂഹത്തിലുള്ളൊരു പൊതുധാരണ എന്ന് പറയുന്നത് അതൊരു മാനസികമായിട്ടൊരു ബ്ലോക്കായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. പുതിയൊരു കാര്യം വരുന്ന സമയത്ത് അത് ചെറുപ്പക്കാരുടെയാണ്, അത് പ്രായമുള്ളവർക്ക് പറ്റില്ല എന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ട്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങളിത് ഇത്തരം പുതിയ കാര്യങ്ങളിലേക്ക് പോകുന്നത്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എങ്ങനെയാണത് സംഭവിക്കുന്നത്? വയസ്സ് നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് ഒരിക്കലും ഒരു റെസ്ട്രിക്ഷൻ ആവാൻ പാടില്ല. എപ്പോഴും നമ്മൾ
ഒരു ഏജിൽ നിന്ന് വേറൊരു ഏജിലോട്ട് നമ്മൾ മാറുമ്പോൾ പല പല സർക്കംസ്റ്റാൻസസ് ചേഞ്ച് ചെയ്യും. അതുപോലെ ടെക്നോളജി സൈക്കിളും ചേഞ്ച് ചെയ്യും. നമ്മൾ ആ ടെക്നോളജി നമ്മൾ അബ്സോർബ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. നിങ്ങൾ കണ്ടു കാണും നമ്മളെ കുറേ വളരെയധികം കമ്പനീസ്, ഫാക്ടറീസ്, അവരെല്ലാം ടെക്നോളജി സൈക്കിളും അല്ലെങ്കിൽ ചേഞ്ചസ് വിച്ച് ഹാവ് ടേക്കിംഗ് പ്ലേസ് അവർ അതുമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ അവർ കൊളാപ്സ് ആയ വളരെയധികം ഒരുപാടുണ്ട്. അതുപോലെ ഇൻഡിവിജ്വൽസ്, ഇപ്പം എൻ്റെ പേഴ്സണൽ ഞാൻ ഫീലിംഗ് ആയിരുന്നു എപ്പോഴും നമ്മൾ വെളിയിലുള്ള ടെക്നോളജി അല്ലെങ്കിൽ അഡ്വാൻസ്മെൻറ്റ്സുമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. ഇൻഫാക്ട് വി ഷുഡ് ബി വൺ സ്റ്റെപ്പ് എഹെഡ്. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കണം. ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ വി വിൽ നെവർ ബി പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. ഇപ്പോൾ എൻ്റെ പാഷനാണ് ടെക്നോളജി അബ്സോർപ്ഷൻ. ഇപ്പോൾ ഐ കണ്ടിന്യൂ വിത്ത് ദാറ്റ് എൻഡവർ. ക്വാണ്ടം, ലൈക്ക് പുതിയ പുതിയ ഡൊമൈൻസ് വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്വാണ്ടം, മെഷീൻ ലേണിംഗ്, അങ്ങനെയുള്ള വളരെയധികം ടെക്നോളജീസിൽ ഞാനിപ്പോൾ ഇൻട്രസ്റ്റഡ് ആണ്. ഇപ്പോൾ എൻ്റെ എൻഡവറാണ്. ആം ഫോഴ്സസ് ആ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി എനിക്ക് വളരെയധികം അസിസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ആം ഫോഴ്സസിലെ ടെക്നോളജി ലാൻഡ്സ്കേപ്പ് വളരെ വളരെ ഹൈ ത്രെഷോൾഡാണ്. നമ്മൾ അങ്ങനെ വിചാരിക്കാറില്ല. സൈന്യം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും തോക്കെടുത്ത് നടക്കുന്ന ഒരു സൈനികൻ്റെ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതെ, അതിൽ ടെക്നോളജി ഉണ്ടെന്ന് പോലും നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. നമ്മുടെ എസ്പെഷ്യലി കേരളത്തിൽ നമ്മളൊരു മിലിറ്ററി മാൻ, അതായത് ഒരു സൈനികനെ നമ്മൾ നോക്കുന്നത് മീശ അല്ലെങ്കിൽ നല്ല പോസ്ചർ, അതാണ്. പക്ഷേ വളരെയധികം സൈനികർ കേരളത്തിൽ തന്നെ ഉണ്ട്. ഞങ്ങളുടെ കോർ ഓഫ് സിഗ്നൽസിലും അതുപോലെ അതർ ടെക്നോളജിയിലും വളരെ ബ്രില്യൻ്റ് ആണ്. അവർ ബെസ്റ്റ് മെക്കാനിക്സ് ആണ്. ഇൻഫാക്ട് സൈബർ ഓപ്പറേഷൻസ് ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഉള്ള വളരെയധികം സൈനികർ ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ടെക്നോളജി ലാൻഡ്സ്കേപ്പും അഡ്വാൻസ്മെൻറ്റ്സും നമ്മൾക്ക് ഒരിക്കലും നമ്മൾ ബാക്കിലോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ ഫ്രീസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും മുമ്പോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഒരുപാട് സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്. പത്രമെടുത്താലും ടി വിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് കാണുന്നു. വെർച്വൽ അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങളും മറ്റ് പല പല കാര്യങ്ങൾ. ഇതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ സംഘമായിട്ടും അല്ലാതെയുമൊക്കെ പല സ്ഥലങ്ങളിലും ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് തടയാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മുടെ നേരത്തെ സാറ് ഒരിക്കൽ സംസാരിച്ചപ്പോൾ സൈബർ ഹൈജീനെ കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ്, അതൊന്ന് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സിറ്റിസൻസ്, നമ്മുടെ കയ്യിലെല്ലാം മൊബൈൽ ഡിവൈസസ് ഉണ്ട്, അല്ലെങ്കിൽ സ്മാർട്ട് ഡിവൈസസ് നമ്മുടെ വീടുകളിലുണ്ട്. നമ്മൾ എത്ര പേര് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നമ്മൾ താല്പര്യപ്പെടുന്നു? ഒന്ന്, ആസ് എ സിറ്റിസൺ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ടു പ്രൊട്ടക്റ്റ് അവർ സെൽസ്? ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് ആണ് സൈബർ ക്രൈം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു I4C, അതായത് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജനറൽ അവെയർനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ ഒരു ടെലിഫോണിൽ റിംഗ് ടോൺ, നിങ്ങൾ റിംഗ് ചെയ്യുമ്പോൾ ഒരു 1930 ഡയൽ ചെയ്യുക, സൈബറിനെ പറ്റി ഒരു ഡയൽ ടോൺ നിങ്ങൾ കേട്ട് കാണും. ജനറലി നമ്മുടെ സിറ്റിസൻസിന് അറിഞ്ഞുകൂടാ ഒരു 1930 ഡയൽ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും സൈബർ അപരാധം അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ ആദ്യം 1930 കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ജനറലായിട്ട് സിറ്റിസൻസിൻ്റെ അവെയർനെസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ 1930 ആ ഡയൽ ടോൺ വച്ചത്. ഒന്ന്. രണ്ട്, എല്ലാ ഡിവൈസസിലും, എല്ലാ എക്യുപ്മെൻറ്റ്സിലും, എല്ലാ സിസ്റ്റംസിലും എന്തെങ്കിലും വൾണറബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ടെക്നോളജി ടൂൾസ് യൂസ് ചെയ്ത് സ്കാംസ്റ്റേഴ്സ്, ക്രിമിനൽ എലമെൻറ്റ്സ്, സ്റ്റേറ്റ് ആക്ടേഴ്സ്, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് വളരെയധികം ആക്ടിവിറ്റി അവർ ചെയ്യുന്നുണ്ട് ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ട്. അപ്പം നമ്മുടെ ഡിവൈസിൽ എന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ടോ, നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ടോ, നമ്മുടെ ബാങ്കിൻ്റെ IT നെറ്റ്വർക്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, റെയിൽവേസിൻ്റെ നെറ്റ്വർക്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇലക്ട്രിസിറ്റി ജനറേഷൻ പ്ലാന്റിൻ്റെ നെറ്റ്വർക്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇതെല്ലാം അവരുടെ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ അവർ ആ വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നമ്മളെ ഹാം ചെയ്യാം. എങ്ങനെയാണ് ഇൻഡിവിജ്വൽസിനെ ഹാം ചെയ്യുന്നത്? ഒന്ന്, നമ്മുടെ എല്ലാം ഹ്യൂമൻ ഇമോഷൻസ് ആണ്. ഒന്ന് ഫിയർ, അതായത് പേടി. രണ്ട്, ഗ്രീഡ്, ആർത്തി. ഈ രണ്ട് ക്വാളിറ്റീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. അത് നല്ലോണം പഠിച്ചിട്ട് അസസ് ചെയ്തിട്ടാണ്. അപ്പോൾ 100 കോൾ ചെയ്യും 100 ഇൻഡിവിജ്വൽസിന്. അതിനകത്ത് ഒരാളോ രണ്ടാളോ ചിലപ്പോൾ അതിന് സസെപ്റ്റബിൾ ആവും. അങ്ങനെയാണ് ഈ സ്കാംസ് ഒറിജിനേറ്റ് ആവുന്നത്. അതിൽ ഗവേഷണം നടത്തുന്ന ആളുകളുണ്ട്. ഇതിന് ഗവേഷണം, ഒരു എൻ്റർപ്രൈസ്, ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയാണ്. വളരെയധികം അതിൽ ഇപ്പം സെക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പണത്തിനോട് ആർത്തിയോടുകൂടി നിൽക്കുന്ന ആളുകൾ, വളരെ പേടിച്ച് നിൽക്കുന്ന അങ്ങനെ അവർക്ക് അവർ നമ്മളെ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ആ നമ്പേഴ്സ് ഇപ്പോൾ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടില്ല. നമ്മളെ നോക്കിക്കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും, നമ്മളെ അവർ വാച്ച് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്നിട്ട് റിങ് ചെയ്തിട്ട് ചിലപ്പോൾ
പൈസ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വന്നിട്ട് അവർ പറയും ഞങ്ങൾ പഠിപ്പിക്കാം. അങ്ങനെയുള്ള വളരെയധികം എസ്പെഷ്യലി സീനിയർ സിറ്റിസൻസ്, കുറച്ച് വയസ്സായവർ അതിനെല്ലാം സസെപ്റ്റബിൾ ആവാം, ഗ്രീഡ് അല്ലെങ്കിൽ ഫിയർ. അപ്പോൾ അങ്ങനെയാണ് ഡിജിറ്റൽ അറസ്റ്റ്. ആ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനോമിനേ ഇല്ല. നമ്മൾ അറസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഒരു പ്രൊവിഷനും ഇല്ല. പക്ഷേ ആ ഫിയർ ഫാക്ടർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് പേടിച്ചു പോകും. അങ്ങനെയുള്ള വളരെ വെൽ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ പോലും ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ പ്രാവശ്യം മൻ കി ബാത്തിൽ ഡിജിറ്റൽ അറസ്റ്റിനെ പറ്റി ഐ തിങ്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ സംസാരിച്ചിരുന്നു. ഇങ്ങനെയുള്ളൊരു വളരെ ഒരു ക്രൈമിൻ്റെ ഒരു ട്രെൻഡാണ് ഡിജിറ്റൽ അറസ്റ്റ്. പിന്നെ സ്റ്റോക്ക് സ്കാംസ്, ഇങ്ങനെയുള്ള ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് വളരെയധികമുണ്ട്. നമ്മുടെ കൺട്രിയിലുമുണ്ട്, നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്, അയൽ രാജ്യങ്ങളിലും. ഹണി ട്രാപ്പുകളുടെ കാര്യമുണ്ട്. ഇതുപോലെ സെക്ഷൽ പെർവേർഷൻസ് ഉള്ളവരും അതും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ മോർഫ് പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട്, അതായത് ഡീപ് ഫേക്സ് യൂസ് ചെയ്തിട്ട് ഫോട്ടോഗ്രാഫ്സ് വീഡിയോസ് എല്ലാം ഉണ്ടാക്കി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എസ്പെഷ്യലി യൂത്ത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പൈസ എക്സ്ട്രാക്ട് ചെയ്യുക, സിറ്റിസൻസിനെ ഇതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇതെല്ലാം വളരെ പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കേസസാണ്. അപ്പോൾ ആസ് സിറ്റിസൻസ് നമ്മൾ പ്രിൻറ്റ്, ഇലക്ട്രോണിക്, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സൈബർ ക്രൈമിൻ്റെ കേസസാണ്. അപ്പോൾ ഇതിനൊന്ന് I4C ഉണ്ട്. അത് ഈ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഒരു ലൈക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിലുണ്ട്, തെലങ്കാന, വളരെയധികം സ്റ്റേറ്റ്സിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻസ് ഉണ്ട്. പക്ഷേ ദ ചലഞ്ച് അഗെയിൻ ഇസ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൺവിക്ഷൻ, ജുഡീഷ്യൽ കൺവിക്ഷൻ നടത്തുന്നത് വളരെ ഒരു മിനിസ്ക്യൂൾ % ആണ് ഇപ്പോൾ. ഇൻഫാക്ട് ലെസ് ദാൻ 10% ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് ഉണ്ട ഫീലിംഗ് അതിനെക്കാട്ടിയും കുറവാണെന്നാണ്. അപ്പോൾ ടുഡേ സൈബർ ക്രൈം ഈസ് എ വെരി പേയിങ് ജോബ്. അതൊരു വളരെ പേയിങ് ഹോബിയാണ്. ആൻഡ് നമ്മുടെ ഡിജിറ്റൽ എക്കോസിസ്റ്റം വളരെയധികം അഡ്വാൻസ് ചെയ്യുകയാണ് ഇപ്പോൾ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വൾണറബിലിറ്റീസും കൂടുകയാണ്. അപ്പോൾ ഈ സൈബർ ക്രൈം ടുഡേ ഇസ് ബിക്കം എൻ ഇൻഡസ്ട്രി ബൈ ഇറ്റ് സെൽഫ്. അപ്പോൾ ഈ ഏജ് ഗ്രൂപ്പ് വളരെയധികം കുട്ടികൾ വളരെയധികം ഈ ക്രൈമിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആൻഡ് കൺവിക്ഷൻ റേറ്റ് വളരെ കുറവായത് കാരണം നമ്മൾ ഫിസിക്കൽ ക്രൈം ആണെങ്കിൽ അതിന് എവിഡൻസ് ഉണ്ട്. പക്ഷേ സൈബർ ക്രൈമിന് എവിഡൻസ് ഗ്യാതറിങ് വളരെ ബുദ്ധിമുട്ട്. പിന്നെ ജുഡീഷ്യൽ കൺവിക്ഷൻസ് വളരെ കുറവാണ്. കാര്യം അവയർനെസ് ഇല്ല സിറ്റിസൻസിനും, ലോ ആൻഡ് ഓർഡർ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിനും, ജുഡീഷ്യൽ ലോ മേക്കേഴ്സിനും അതിനെപ്പറ്റിയുള്ള വളരെയധികം നോളജ് ഇല്ല. അപ്പോൾ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഈ വളരെയധികം സൈബർ ക്രൈംസ് നടക്കുന്നത്. എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാം? ഒന്ന്, അവയർനെസ്. ആളുകളെ, കുട്ടികളെ നമുക്ക് അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റും. ലൈക്ക് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ ഡിജിറ്റൽ ഹൈവേസ്, നമ്മുടെ റോഡിൽ, നമ്മുടെ നാഷണൽ ഹൈവേസ്, റോഡ് ഹൈവേസിൽ കൂടെ നമ്മൾ നടക്കുന്ന എങ്ങനെ, അതിൽ റോഡ് ക്രോസിംഗ് എങ്ങനെ, അതുപോലെ ഡിജിറ്റൽ ഹൈവേസിലെ കുട്ടികൾ എങ്ങനെയാണ് അത് ട്രാൻസിറ്റ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്, എന്തെല്ലാമാണ് പോസിറ്റീവ് മെഷേഴ്സ്, എന്തെല്ലാമാണ് എന്ത് ചെയ്തു കൂടാൻ പാടില്ല, ഇതെല്ലാം കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട് സ്കൂൾസിൽ. പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് കോളേജസിലും സൈബർ ഹൈജീൻ നമുക്ക് ആസ് എ പ്രാക്ടീസ് സ്കൂൾസ്, കോളേജസിൽ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന്, വീടുകളിലുള്ള സിറ്റിസൻസ് അതിന് സൈബർ അവയർനെസ്, സൈബർ ഹൈജീൻ പ്രാക്ടീസസ് വീടുകളിൽ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിന് ലൈക്ക് പോലീസ്, സൈബർ ക്രൈം യൂണിറ്റ്സ് വളരെയധികം ആവശ്യമുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് സൈബർ പോലീസ് ഫോഴ്സസേ ഉള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മെഷേഴ്സ് ഉണ്ട്. സൈബർ കമാൻഡോസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതനുസരിച്ച് വളരെയധികം അവർ ട്രെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ സൈബർ ക്രൈം വളരെയധികം കൂടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഫീൽഡിൽ കൂടുതൽ ആളുകൾ ആവശ്യമുണ്ട്. പിന്നെ ലാസ്റ്റ്, ജുഡീഷ്യൽ നമ്മുടെ കോർട്സ്, ലോ മേക്കേഴ്സും അവർക്കും സെൻസിറ്റൈസ് ചെയ്യണം. ഇതാണ് പുതിയ ക്രൈം ഫീൽഡ്. നേരത്തെ ഫിസിക്കൽ ക്രൈം ഉണ്ടായിരുന്നു, ഇപ്പോൾ സൈബർ ക്രൈമാണ് ഇനിയത്തെ ഫ്യൂച്ചർ. അപ്പോൾ അത് അവരെ സെൻസിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കുറച്ചുകൂടെ സിസ്റ്റം ബെറ്റർ ആവും. സാറ് പറഞ്ഞതുപോലെ ഈ പ്രായമുള്ള ആളുകളെ ഇതിൽ പെടുത്താൻ വളരെ എളുപ്പമാണെന്നുള്ള രീതിയിൽ അവരെ ടാർഗറ്റ് ചെയ്യാറുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾക്ക് കൊടുക്കാവുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്ന, ഇപ്പോൾ സ്മാർട്ട് ഫോൺ പലരുടെയും മിക്ക ആളുകളുടെയും കയ്യിലുണ്ട്. അവർ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അവർ പ്രായമുള്ള ആളുകളാണെങ്കിൽ വാട്സപ്പിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ പറയുകയും അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്ന്, നമ്മൾ എല്ലാം ഇപ്പോൾ സ്മാർട്ട് ഫോണുമായിട്ട് നമുക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. രാവിലെ എണീക്കുമ്പോൾ ആദ്യം നമ്മൾ ആ സ്മാർട്ട് ഫോണാണ് നോക്കുന്നത്, വാട്സപ്പാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേജിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, എത്ര പഴയതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ? ഞാൻ പറഞ്ഞതുപോലെ ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അത് ഇപ്പോൾ സപ്പോർട്ടഡ് അല്ല. അതായത് അതിൻ്റെ മാനുഫാക്ചറർ, അതിന് OEM എന്ന് പറയും, ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർ, അവരത് സപ്പോർട്ട് ചെയ്യാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവാം. എത്ര വർഷത്തിന് മുൻപുള്ളത്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് വേർഷൻ ആൻഡ്രോയിഡ് 15 ആണ്.
ആൻഡ്രോയിഡ് 12 അതിന് മുമ്പെയുള്ള വേർഷൻസ് ഇപ്പോൾ സപ്പോർട്ടഡ് അല്ല. അതായത് ആൻഡ്രോയിഡ് 12 ആണെങ്കിൽ അതിന് ആ മാനുഫാക്ചറർ ഒരു ഗ്യാരണ്ടിയും തരുന്നില്ല. ഒരു പാച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ അത് പ്ലഗ് ചെയ്യും. അപകടം കൂടുതലാണ്. അത് നമുക്ക് അറിഞ്ഞുകൂടാ ആസ് സിറ്റിസൻസ്. അപ്പോൾ വി നീഡ് ടു മേക്ക് ഷുവർ നമ്മുടെ ഡിവൈസ് അപ്ഡേറ്റഡ് ആണ് അല്ലെങ്കിൽ കറണ്ട് ആണ്. ഇത് ഒന്ന്. രണ്ട്, ചെറിയ ചെറിയ പ്രാക്ടീസസ്, ഒരു ചെറിയൊരു ആൻറ്റി വൈറസ് പാക്കേജ് നമ്മുടെ മൊബൈലിൽ വയ്ക്കാൻ പറ്റുമോ? ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന ആൻറ്റി വൈറസ് പാക്കേജ് ഇപ്പോൾ അവൈലബിൾ ആണ്. വളരെയധികം ആൻറ്റി വൈറസ് പാക്കേജസ് ഉണ്ട്. കുറച്ച് ലെസ് ദാൻ 800 to 1000 rupees കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ല ഒത്തൻറ്റിക് ആൻറ്റി വൈറസ് പാക്കേജസ് നമുക്ക് കിട്ടും. അത് ഒരു ഡിവൈസിലല്ല, മൾട്ടിപ്പിൾ ഡിവൈസസിൽ നമുക്ക് പറ്റും. നമ്മുടെ ഒരു ഫാമിലിയിൽ 4 ഡിവൈസ് ഉണ്ടെങ്കിൽ 4ലും നമുക്ക് വയ്ക്കാൻ പറ്റും. ചെറിയൊരു സ്റ്റെപ്പാണ്. മൂന്നാമത്, ചെറിയ പ്രാക്ടീസസ് ലൈക്ക് ഒന്ന്, നമ്മൾ മൊബൈൽ ഫോൺ എല്ലാ ദിവസവും ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യാൻ പറ്റും. അതായത് എന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഒന്നീ ഡൈ ഡൗൺ ചെയ്യും അല്ലെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യില്ല. അതൊരു ചെറിയൊരു ഗുഡ് പ്രാക്ടീസാണ്. ഇത് വളരെയധികം ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അവർ പറഞ്ഞു തരുന്നില്ല. പക്ഷേ ഇതൊരു ചെറിയൊരു പ്രാക്ടിക്കൽ പോയിൻ്റാണ്. ഒരിക്കലും ഓഫാക്കാറില്ല ആളുകൾ. അതെ, അതൊരു പ്രാക്ടിക്കൽ പോയിൻ്റാണ്. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ ബാക്കിയുള്ള സെൻസിറ്റൈസിങ് ലൈക്ക് ആരെങ്കിലും അനോണിമസ് നമ്മൾ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും റിങ്ങി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ലിങ്കുകളൊന്നും ഡൗൺലോഡ് ചെയ്യരുത്. ഇതെല്ലാം നോർമൽ സൈബർ ഹൈജീൻ്റെ പ്രാക്ടീസസ് ആണ്. ആരെങ്കിലും OTP ഷെയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ ചെയ്യരുത്. QR കോഡ് ആരെങ്കിലും പേ ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള വളരെയധികം മെഷേഴ്സ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം പറയുകയാണെങ്കിൽ എസ്പെഷ്യലി സീനിയർ സിറ്റിസൻസ് ഇങ്ങനെയുള്ള ചിലപ്പോൾ അവർ സസെപ്റ്റബിൾ ആവും. ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവർ OTP ചിലപ്പോൾ ഷെയർ ചെയ്യും. ഇതെല്ലാം നടക്കും. അപ്പോൾ കുട്ടികൾ, വീട്ടിലുള്ള കുട്ടികളെല്ലാം അവരുടെ എൽഡേഴ്സിനെല്ലാം ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഇതെല്ലാം ഈ സാറ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരുപാട് വിചിത്രമായിട്ടുള്ള ഈ വഞ്ചനയുടെയൊക്കെ കഥകൾ കേട്ടിട്ടുണ്ടാവും, പലതരത്തിലുള്ള ഈ ക്രൈമുകളുടെ. അതിൽ ഏറ്റവും കൗതുകമായിട്ട് തോന്നിയ ഒരെണ്ണം പറയാൻ പറ്റുമോ? ഇങ്ങനെ വളരെയധികം ക്രിമിനൽ കേസസും ക്രൈംസും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജോലി ക്രൈം റിലേറ്റഡ് അല്ലായിരുന്നു. എൻ്റെ ജോലി നാഷണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ വളരെയധികം ഞാൻ കണ്ടിട്ടുള്ള കേസസ് ത്രെറ്റ് ആക്ടേഴ്സ് നമ്മുടെ എനർജി സിസ്റ്റംസിൽ, അതായത് നമ്മുടെ പവർ ഡിസ്ട്രിബ്യൂഷനോ പവർ ജനറേഷനിലോ സിസ്റ്റംസിൽ വളരെ നാളുകളായിട്ട് ഓക്യുപ്പൈ ആയിട്ട് ഇരിക്കുകയാണ്. അവിടെ അവർക്ക് ആ ഒരു വൾണറബിലിറ്റി അവർക്ക് എപ്പോൾ വേണമെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഞാൻ വളരെയധികം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെയധികം ആക്ഷൻസും എടുത്തിട്ടുണ്ട് ഇതിനെല്ലാം മാറ്റാനായിട്ട്. പക്ഷേ IT ഇൻഫ്രാസ്ട്രക്ചർ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ടെക്നോളജി സൈക്കിൾ വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ പവർ ജനറേഷൻ്റെ കമ്പ്യൂട്ടേഴ്സ് വളരെ പഴയ കമ്പ്യൂട്ടേഴ്സാണ്. വിൻഡോസ് XP എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ. ഇപ്പോഴത്തെ ഇവിടെയൊന്നും കാണാറില്ല. പക്ഷേ ഇപ്പോഴും നമ്മുടെ ചില സിസ്റ്റംസ് വിൻഡോസ് XPയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ നേവൽ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ചില സബ്മറൈൻസ് എല്ലാം വളരെ പഴയ സബ്മറൈൻസ് അവരെല്ലാം ഇപ്പോഴും വിൻഡോസ് XP പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം പുതിയ സോഫ്റ്റ്വെയർസ് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെയധികം കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം മെൻഷൻ ചെയ്യാത്തത് ക്രിപ്റ്റോ ആണ്. വളരെയധികം ചാൻസസ് ഉണ്ട് ഇങ്ങനെയുള്ള പൈസ, അതായത് നമ്മൾ ഈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ ഉള്ള ക്രൈംസ് വളരെയധികം മണി ക്രിപ്റ്റോ റൂട്ടിൽ കൂടെ ഡൈവേർട്ട് ആവും, നമ്മുടെ രാജ്യത്ത് നിന്ന് വെളിയിലോട്ട് അയക്കും. അത് കഴിഞ്ഞ് റിക്കവറി വളരെ ബുദ്ധിമുട്ടാണത്. കാര്യം പിന്നെ ബൈലാറ്ററൽ അവരുടെ ലീഗൽ സിസ്റ്റംസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചലഞ്ചസ്, അതുകൊണ്ടാണ് റിക്കവറി ഓഫ് ഫൈനാൻഷ്യൽ ക്രൈംസ്, സൈബർ ക്രൈംസ് വെരി വെരി ഡിഫിക്കൽട്ട്. സിറ്റിസൻസിന് അറിയാനായിട്ടുള്ള ഒരു ഇഫ് യു കം അണ്ടർ എനി സൈബർ ത്രെറ്റ് ഒരു 2-3 മണിക്കൂറിനകത്ത് 1930 റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചാൻസസ് ഓഫ് റിക്കവറി ആർ വെരി വെരി ഹൈ. ഉടനെ തന്നെ കിട്ടും. പക്ഷേ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരു മടിയാണ്. കാര്യം ഇങ്ങനെയുള്ളൊരു കേസ് നമ്മളെ 20 lakh rupees 25 lakhs rupees നമ്മൾ ലൂസ് ചെയ്തെന്ന് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതാണ് ഒരു ചലഞ്ച്. ഈ സൈബർ ആക്രമണം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു യുദ്ധത്തിൽ നമ്മുടെ അടുത്ത്, അതായത് നമ്മളുടെ തൊട്ടടുത്ത് അയൽപക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ഉള്ള ഒരാൾ രാജ്യത്തിനെതിരായിട്ട് ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അറിയാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത്, അത് മറികടക്കാൻ വഴിയുണ്ടോ? ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടെക്നോളജി ഈവൻ ഫോർ ലോ എൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ സിസ്റ്റംസ് വളരെയധികം അഡ്വാൻസ്ഡായി. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സൈബർ ക്രൈംസ് ആരെങ്കിലും ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ എഗൻസ്റ്റായിട്ട് എന്തെങ്കിലും നമ്മുടെ ഡിജിറ്റൽ സ്പേസിൽ ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ പിക്കപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഇപ്പോൾ. പക്ഷേ ചെറിയ ചെറിയ ഗ്യാപ്സ് ഉണ്ട് ഇപ്പോഴും. അതായത് സോഷ്യൽ മീഡിയയിൽ രാജ്യത്തിനെതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഏജൻസീസ് ഉണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ അത്
രാജ്യത്തിൻ്റെ എഗൻസ്റ്റായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ആ ലീഗൽ ഇഷ്യൂസാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ എഗൻസ്റ്റായിട്ട് എന്തെങ്കിലും ക്രൈം അൺലോഫുൾ ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ അത് പിക്കപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അത് സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ കയ്യിലുണ്ട്. ഈ സൈബർ ലോകത്തിൻ്റെ അഡ്വാൻസ്മെൻറ്റ് അത് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഞാൻ വളരെയധികം സൈബർ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് വളരെയധികം സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് വിച്ച് ആർ എക്സലിംഗ് ഇൻ സൈബർ ഡൊമെയിൻ. അതിനകത്ത് ഏറ്റവും മാക്സിമം കുട്ടികൾ കേരളത്തിൽ നിന്നാണ് വരുന്നത്. ഇൻഫാക്ട് നമ്മുടെ കേരളത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഞങ്ങളുടെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ്റർനെറ്റ് സ്റ്റഡീസിൽ അമൃത കൊല്ലത്തുണ്ട്. അത് വൺ ഓഫ് ദ ഗ്ലോബലി അക്സെപ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ അവർ ഡിജിറ്റലി വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതുപോലെ കേരളത്തിൽ നിന്നുള്ള വളരെയധികം കുട്ടികൾ ഡിജിറ്റൽ ഡൊമെയിനിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവർക്കെല്ലാം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ സൈബർ ടെക്നോളജി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി അല്ലെങ്കിൽ ക്വാണ്ടം ടെക്നോളജി ഈ ഫീൽഡ്സിലോട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലുള്ള ഈ വളരെ എക്സലൻറ്റ് ടെക്നിക്കലി എനേബിൾഡ് ചിൽഡ്രൻ അവർക്കെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട്. ഇത് സംതിങ് വിച്ച് ഐ തിങ്ക് നമ്മുടെ ഗവൺമെൻറ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. ഐ തിങ്ക് കേരളത്തിലെ കുട്ടികളെല്ലാം ബ്ലെസ്ഡ് ആണ്. അവർക്കെല്ലാം സൈബർ സ്കിൽസ് വളരെയധികം എഫക്റ്റീവാണ് അവർ. ഈ സൈബർ ലോകവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ സംരംഭങ്ങൾ പക്ഷേ കേരളത്തിൽ കുറവാണ്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വളരെ കുറവാണ്. അത് ഞാൻ ഇവിടെ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഞാനിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എങ്ങനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഈ ചെറിയ ചെറിയ ഓർഗനൈസേഷൻസിനെ എങ്ങനെ ഗ്ലോബലി അക്സെപ്റ്റഡ്. കുറേ സൈബർ സെക്യൂരിറ്റി കമ്പനീസ് ഉണ്ട്, പക്ഷേ ബാക്കിയുള്ള ഏരിയാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ വളരെ കുറവാണ്. പക്ഷേ ടാലൻറ്റ് വളരെയധികം കേരളത്തിലുണ്ട് ഇപ്പോൾ. അതിൻ്റെ യൂത്ത് നമ്മുടെ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസും ബാക്കിയുള്ള ഈ കോളേജിൽ BCA ചെയ്യുന്നവരും അവിടെ വളരെയെല്ലാം അവരുടെ സൈബർ അല്ലെങ്കിൽ സ്കിൽസ് വളരെ പ്രൊഫഷണൽ ആണ് അവർ. അതുകൊണ്ട് ഐ തിങ്ക് ദർ ഇസ് എ ടൈം, ഇറ്റ്സ് ടൈം ദാറ്റ് വി യൂസ് ദം ഫോർ പോസിറ്റീവ് ഗെയിൻസ് ഫോർ ദ സ്റ്റേറ്റ്. ദാറ്റ്സ് മൈ. ഈ സൈന്യത്തിലെ കേരളം, സൈന്യത്തിലെ മലയാളികൾ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സൈന്യത്തിൽ വളരെയധികം മലയാളികളുണ്ട്, വളരെയധികം. ഇൻഫാക്ട് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചിട്ട് അഞ്ചാമത്തെ സ്ഥാനത്താണ് കേരളത്തിലെ സൈനികരുടെ സ്ട്രെങ്ത് ഇപ്പോൾ. അഞ്ചാമത്തെ സ്ഥാനത്ത് മലയാളികളുണ്ട്. ഇൻഫാക്ട് മദ്രാസ് റെജിമെൻ്റ് ഉണ്ട്, ഒരു മുഴുവൻ മദ്രാസ് റെജിമെൻ്റ് ഉണ്ട്. അതിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ട്രൂപ്സ് വളരെയധികമുണ്ട്. മലയാളീസ് ഇഷ്ടംപോലെ ഉണ്ട്. സിഗ്നൽസിൽ വളരെയധികം മലയാളീസ് ഉണ്ട്. ഇൻഫാക്ട് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സമ്മറി നടത്തിയപ്പോൾ എക്സ്-സർവീസ്മെന്നിൽ ഇന്ത്യയിലുള്ള എക്സ്-സർവീസ്മെന്നിൽ ഐ തിങ്ക് കേരളത്തിൽ 4ാം സ്ഥാനമാണിപ്പോൾ. അത്രയും എക്സ്-സർവീസ്മെൻ കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ അവയർനെസ് രാജ്യത്തിൻ്റെ സൈന്യത്തിനെ പറ്റി വളരെയധികം ഉണ്ട്. പക്ഷേ ഐ തിങ്ക് ആസ് സിറ്റിസൺസ് നമ്മൾ കേരളത്തിൽ അതിനെപ്പറ്റി വലിയ അവയർനെസ് ഇല്ല. അതൊരു ചെറിയൊരു ഗ്യാപ്പാണ്. ഐ തിങ്ക് നമുക്ക് ആസ് സിറ്റിസൺസ് ഐ തിങ്ക് വി നീഡ് ടു നോ മോർ അബൌട്ട് അവർ ആം ഫോഴ്സസ്. 45 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം, വിരമിച്ച ശേഷം ഇപ്പോൾ കൊച്ചിയിലാണ് സ്ഥിരതാമസം. ഇനിയുള്ള കാലം എങ്ങനെയാണ്? സാറ് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതുവരെയുള്ള താങ്കളുടെ ഒരു അറിവും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഏതെല്ലാം തരത്തിൽ, ഏതെല്ലാം മേഖലയിലാണ്? ഞാൻ കേരളത്തിലോട്ട് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ സെറ്റിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ വൈബ്രൻസി, കേരളത്തിൻ്റെ സ്കിൽഡ് വർക്ക് ഫോഴ്സ് വേറെ ഒരിടത്തുമില്ല. ചെറുപ്പക്കാർ. ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഇവരുടെ ടെക്നോളജി ബേസ് എങ്ങനെ നമ്മുടെ ഓപ്പറേഷണൽ ഡൊമെയിനിൽ അല്ലെങ്കിൽ സിറ്റിസൻസിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഡൊമെയിനിൽ യൂസ് ചെയ്യാം എന്നാണ് എൻ്റെ ഇനിയത്തെ എൻഡവർ. ഞാൻ ആം ഫോഴ്സസിൽ വർക്ക് ചെയ്തപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു വളരെയധികം ടെക്നോളജി ഗ്യാപ്സ് ഉണ്ട്. ലൈക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂവിന് ഞാൻ ചെറിയ ചെറിയ ഇഷ്യൂസ് പറയാം. ഡ്രോൺ ഡിറ്റക്ഷൻ, എങ്ങനെയാണ് നമ്മൾ ഡ്രോണിനെ കണ്ടുപിടിക്കുന്നത്, അതൊരു ചലഞ്ചാണ് ഇപ്പോൾ. സിമിലർലി എൻക്രിപ്ഷൻ, സിഗ്നൽ അനാലിസിസ്, ഇത് വളരെയധികം ചലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഈ ഫീൽഡ്സിൽ ഫോക്കസ് ചെയ്ത് കേരളത്തിലുള്ള ബ്രില്യൻറ്റ് യങ്സ്റ്റേഴ്സിനെ യൂസ് ചെയ്ത് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൂടെ ത്രൂ അല്ലെങ്കിൽ ഇവിടെയുള്ള ചെറിയ ചെറിയ കമ്പനീസിൽ ത്രൂ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ഇൻഡസ്ട്രി, സ്റ്റാർട്ടപ്സ്, ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ്സ്, ഗ്യാപ്സ്. ഇതാണ് എൻ്റെ അടുത്ത ദൗത്യം, എൻ്റെ എൻഡവർ. അപ്പോൾ ഞാൻ ഇവിടെയുള്ള അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സിമിലർലി ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്റ്റാർട്ടപ്സ്, സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലുള്ള വളരെയധികം സ്റ്റാർട്ടപ്സുമായിട്ട് ഞാൻ അസോസിയേറ്റഡ് ആണ്. പക്ഷേ കേരളത്തിലുള്ള സ്റ്റാർട്ടപ്സിനെയും ഞാൻ ഇനി ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ എൻഡവറാണ് ഇത്. ഇനി എനിക്ക് അടുത്ത ഒരു 10-15 വർഷം കൊണ്ട് ഇവിടെ ഉള്ള അഡ്വാൻസ്മെൻറ്റ്സ് ഞാൻ യൂസ് ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്.
ഈ സൈനിക ജീവിതത്തിനിടയിലെ ഏറ്റവും അവിസ്മരണീയമായ 1-2 മുഹൂർത്തങ്ങൾ പറയാം. ആം ഫോഴ്സസ് എല്ലാ ദിവസവും ഒരു ചലഞ്ചാണ്. അവിസ്മരണീയ മൊമെൻറ്റ് എല്ലാ ദിവസവും ഉണ്ട്. അതുകൊണ്ട് ഒരു പോയിൻ്റ് അല്ല, എനിക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇങ്ങനെ അവിസ്മരണീയമായ മൂമെൻറ്റ്സ് ഉണ്ട്. ഒന്ന്, ഞാൻ ഡേ ഓഫ് കമ്മീഷൻ, അതായത് ഞങ്ങളെ ആം ഫോഴ്സസിൽ ജോയിൻ ചെയ്ത ഡേ ആണ്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഫീലിംഗ് ആണ്. ഞങ്ങൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ പാസ് ഔട്ട് ആകുമ്പോൾ അതൊരു വളരെ ഒരു സെൻറ്റിമെൻ്റൽ ഡേ ആണ് നമുക്ക്. അതായത് എനിക്ക് അന്ന് 20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 20 വയസ്സിൽ എനിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗ്രൂപ്പ് എ സർവീസിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. അതൊരു വളരെ അൺഫോർഗറ്റബിൾ ഡേ ആണ്. അതുപോലെ ഓരോരോ കരിയർ സ്റ്റെപ്സിൽ ഞാൻ പറഞ്ഞ വളരെ പ്രൊമോഷൻ ചാൻസസ്, ലൈക്ക് വളരെ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റാണ് ആം ഫോഴ്സസിൽ. എൻ്റെ ഏറ്റവും ചലഞ്ചിങ് അസൈൻമെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ ഡിഫൻസ്, ഞാൻ എൻ്റെ സൈബർ ഡൊമൈനിലോട്ട് വന്നിട്ട് ഡിഫൻസ് സൈബർ ഏജൻസി റേസ് ചെയ്യുക, അതായിരുന്നു എൻ്റെ ഒരു ബിഗസ്റ്റ് ചലഞ്ച്. അപ്പോൾ അതെനിക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ 2016 വരെ അതിൻ്റെ എല്ലാ ആർക്കിടെക്ചറും ഉണ്ടാക്കി വേറൊരു ഓർഗനൈസേഷനിലാണ് ഞാൻ മൂവ് ചെയ്തു. പക്ഷേ 2018 ഫൈനലി ഡിഫൻസ് സൈബർ ഏജൻസി റേസ് ചെയ്തു. അതൊരു വലിയൊരു കേപ്പബിലിറ്റിയാണ് നമ്മുടെ നേഷന്. അപ്പോൾ അതായിരുന്നു ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ബിഗസ്റ്റ് അച്ചീവ്മെൻറ്റ്സ്. എങ്ങനെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ഓർഗനൈസേഷൻ റേസ് ചെയ്യാനുള്ളതിൻ്റെ ഒരു പാർട്ട് ഞാൻ പ്ലേ ചെയ്തു. അതൊരു വളരെ ഒരു സാറ്റിസ്ഫാക്ടറി മൊമെൻ്റാണ്. അതുപോലെ വളരെയധികം ഭയങ്കര സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, ഐ എം ഷുവർ.